ഈ പുരുഷോത്തം രൂപാലയുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ സ്വാധീനിക്കുന്ന ചില മണ്ഡലങ്ങളെങ്കിലും ഗുജറാത്തിലുണ്ട് എന്നുള്ളത് നമുക്ക് കാണാതിരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഒരുപക്ഷെ കോൺഗ്രസിനും ആം ആദ്മി പാർട്ടിക്കും ഒക്കെ കൂടുതൽ അവരുടെ സഖ്യത്തിന് സാധ്യത കൽപ്പിക്കപ്പെടുന്ന ചില മണ്ഡലങ്ങളുണ്ട്. വടക്കൻ ഗുജറാത്തിലെ ബനസ്കന്ത കോൺഗ്രസ് MLA ഗനിഖാൻ താക്കൂറും BJPയുടെ രേഖാബെൻ ചൗധരിയും ശക്തമായ മത്സരമായിരുന്നു അവിടെ. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ക്രൗഡ് ഫണ്ടിങ്, ഗനിബെൻ താക്കൂർ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെയാണ് അവരുടെ തെരഞ്ഞെടുപ്പ് ചെലവിനുള്ള പണം കണ്ടെത്തിയത്. അങ്ങനെ അവിടെ നിന്നുള്ള സിറ്റിംഗ് MLA ആണ്, അവർക്ക് അവിടെ സ്വാധീനമുണ്ട്. അപ്പോൾ ശക്തമായ മത്സരം അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വടക്കൻ ഗുജറാത്തിലെ സബർകന്ത, അവിടെയും BJPക്ക് ശക്തമായ വെല്ലുവിളിയുണ്ട്. കാരണം വെച്ചാൽ BJP ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്നു, ബികാജി താക്കൂർ. അത് പ്രവർത്തകരുടെ എതിർപ്പ് മൂലം ആ സ്ഥാനാർത്ഥിയെ മാറ്റേണ്ടി വരുന്നു. പകരം ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുന്നു, ശോഭനാബെൻ ബരയ്യ. അവരൊരു സ്കൂൾ അധ്യാപിക മാത്രമായിരുന്നു. BJPയുടെ രാഷ്ട്രീയ നേതൃനിരയിലൊന്നും അത്രമാത്രം പ്രധാനപ്പെട്ട റോളില്ലാത്തായിരുന്നു. അത് അവർക്കെതിരെ എതിർപ്പ് വരുന്നു. ഇങ്ങനെ പല നിരക്കുള്ള പ്രശ്നങ്ങൾ ഈ ബനസ്കന്തയിൽ വേറെ നിലയ്ക്കാണെങ്കിൽ സബർകന്തയിൽ വേറെ നിലയ്ക്കാണ് പ്രശ്നങ്ങളുണ്ടായത്. അപ്പോൾ ഈ രണ്ട് സീറ്റുകളിൽ കോൺഗ്രസ് ഒരു വലിയ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും കൂടുതൽ പോളിംഗ് ഗുജറാത്തിലെ 25 സീറ്റുകളിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്ന ഒരു സീറ്റ് എന്ന് പറയുന്നത് ബനസ്കന്തയുമാണ്. ഈ 2 സീറ്റുകളിൽ കോൺഗ്രസിൻ്റെ പ്രതീക്ഷ എത്രത്തോളമാണ്? ഈ സീറ്റുകളിൽ അതായത് ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം, കാൻഡിഡേറ്റ്സിന്റെ സെലക്ഷനെ പറ്റി എനിക്ക് പറയാനുണ്ട്. ഞാനൊരു വലിയൊരു ഹിന്ദി ന്യൂസ് പേപ്പറിന്റെ റെസിഡന്റ് എഡിറ്ററുമായിട്ട് സംസാരിക്കുകയായിരുന്നു ഇന്നലെ. അദ്ദേഹം പറഞ്ഞു BJPയും കോൺഗ്രസും തമ്മിൽ ഈ പ്രാവശ്യം ഒരു ഡിഫറൻസ് ഉണ്ട്, സാധാരണ ഇലക്ഷനിൽ ഉണ്ടാകാത്തൊരു ഡിഫറൻസ്. അത് എന്താന്ന് ചോദിച്ചാൽ, സാധാരണ BJPയിൽ കാൻഡിഡേറ്റ്സിനെ താങ്കൾ മുമ്പേ പറഞ്ഞ പോലെ കാൻഡിഡേറ്റിനെ സംബന്ധിച്ചിടത്ത് ഒരു ഡിസ്പ്യൂട്ടോ അല്ലെങ്കിൽ റിസെന്റ്മെന്റോ ഉണ്ടാകാറില്ലാത്തതാണ്. പക്ഷെ ഈ പ്രാവശ്യം അങ്ങനെ വളരെ പല കേസുകളും ഉണ്ടായി. അതേസമയം ഈ പ്രാവശ്യം കോൺഗ്രസിന്റെ കാൻഡിഡേറ്റിനെ സംബന്ധിച്ചിടത്ത് ഒരിടത്തും ആരും തന്നെ അവർക്കെതിരായിട്ട് പ്രൊട്ടസ്റ്റുകളോ കംപ്ലൈൻസോ ഒന്നും ഇല്ലായിരുന്നു. കാൻഡിഡേറ്റ് സെലക്ഷൻ ആ രീതിയിൽ, ഓഫ് കോഴ്സ് വിട്ടുപോയ ആളെ അത് മാറ്റിവെച്ചാൽ ബാക്കിയുള്ള സെലക്ഷൻ വളരെ എല്ലാവർക്കും സമ്മതകരമായിട്ടുള്ള ഒരു സെലക്ഷൻ ആണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ഒരു വലിയൊരു വ്യത്യാസം ഈ പ്രാവശ്യം ഉണ്ട് ഈ കാൻഡിഡേറ്റ് സെലക്ഷനിൽ. അതുപോലെ ഈ കോൺസ്റ്റിറ്റ്യുവൻസീസ് ഒക്കെ ആദിവാസി ഏരിയാസ് ആണ്, ഈ സബർകന്ത, ബനസ്കാന്തയൊക്കെ. അപ്പൊ അവിടെ അത് രാജസ്ഥാന്റെ ബോർഡർ ഏരിയാസ് ആണ്. കുറച്ചൊക്കെ സ്റ്റേറ്റുകൾ ഷെയർഡ് സെന്റിമെന്റ്സിന്റെ ഒരു റിഫ്ലക്ഷൻ ആവാം. അതുപോലെ തന്നെ ആദിവാസി, മുസ്ലിം, രാജ്പൂത് അങ്ങനെ ഒരു കോമ്പിനേഷനിൽ ഒരു വിന്നിംഗ് കോമ്പിനേഷൻ ആവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ഒരു നിഗമനം. അതുകൊണ്ട് ഈ ഹോപ്പ്ഫുൾ ആയിട്ടുള്ള ആനന്ദ്, സബർകാന്ത, ബറോച്ച്, ബനസ്കാന്ത ആ സീറ്റുകളിലാണ് കൂടുതലും പ്രതിപക്ഷം ആശ അർപ്പിച്ചിരിക്കുന്നത്.